അറബ് രാജ്യങ്ങൾക്ക് വലിയ തോതിലുള്ള സഹായവുമായി രണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നോട്ട് വരികയാണ്. ഒന്ന് റഷ്യയും മറ്റൊന്ന് ഉർദോഗൻ്റെ തുർക്കി. ഉർദോഗനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ അറബ് രാജ്യങ്ങളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും കൃത്യമായ ചില നിലപാടുകൾ ഉർദോഗൻ പുടിൻ കൂടിക്കാഴ്ച അതിൽ തയ്യാറെടുക്കപ്പെടും എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്തുകൊണ്ടാണ് പുടിൻ ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്? പുടിനെ സംബന്ധിച്ചിടത്തോളം 2023-24 കാലഘട്ടം ഏറ്റവും സങ്കീർണമായൊരു അവസ്ഥയിലേക്ക് തന്നെയായിരുന്നു. കാരണം യുദ്ധസമാനമായ സാഹചര്യങ്ങൾ തുടങ്ങിയിട്ട് ഏറെ ഉക്രൈനെ ആക്രമിച്ചു എന്ന് പറയപ്പെടുമ്പോഴും റഷ്യയ്ക്കുണ്ടായ നഷ്ടം ഭീമമാണ്. അതിനുശേഷം ഇപ്പോഴിതാ ഇന്ത്യ പോലും റഷ്യയിൽ നിന്നും വാങ്ങി എണ്ണയുടെ ആ ഒരു ക്വാണ്ടിറ്റി വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വിറളി പിടിപ്പിക്കുന്ന കാര്യമാണ്. അറബ് രാജ്യങ്ങളുമായി കൂടുതൽ ശക്തമായ ഒരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കാനാണ് പുടിനും ഉർദോഗനും ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നത്. അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉർദോഗൻ അതിനു വേണ്ടിയുള്ള വഴി കൂടുതൽ ഒരുക്കി കൊടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. നമുക്കറിയാം, ഫലസ്തീൻ്റെ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്താൻ റഷ്യ വെമ്പുകയാണ്. സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗമെന്ന വീറ്റോ പവർ ഉപയോഗിച്ചും റഷ്യക്ക് ചില തീരുമാനങ്ങൾ ശക്തമായി അടിച്ചേൽപ്പിക്കാൻ കഴിയും. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യം കൃത്യമായി മുതലെടുക്കാൻ കഴിഞ്ഞാൽ അവർ ഏതൊക്കെ രീതിയിൽ പ്രത്യാശ പുലർത്തുമോ അതൊക്കെ ഏറെക്കുറെ സാധിച്ചെടുക്കാൻ കഴിയും. പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങളുടെ വിഷയങ്ങളിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ തന്നെയാണ് ബ്രിക്സ് ഉച്ചകോടിയിലും ഒക്കെ റഷ്യ ശ്രമിക്കുന്നത്. ബ്രിക്സിൽ റഷ്യ അറബ് രാജ്യങ്ങളെ കൂടി കൃത്യമായി അവരെ ഒരു താൽക്കാലിക ക്ഷണിതാക്കളാക്കി അവരെ കൂടി പങ്കെടുപ്പിക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബ്രിക്സിന് സമാനമായിട്ടുള്ള ഒരു കറൻസി, ഡോളറിന് സമാനമായിട്ടുള്ള ഒരു കറൻസി ഇറക്കാൻ റഷ്യ ആഗ്രഹിക്കുന്നത്? കാരണം ഡോളർ ശക്തി പ്രാപിച്ചുകൊണ്ട് എല്ലാ രീതിയിലുള്ള വ്യാപാര വിനിമയവും അമേരിക്ക വിചാരിക്കുന്ന രീതിയിലേക്ക് നടന്നു കിട്ടിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എത്രത്തോളം ഭീമമാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് റഷ്യ ഇത്തരത്തിൽ ഒരു കളി കളിക്കാൻ ശ്രമിക്കുന്നത്. റഷ്യ അവിടെ ചെയ്യുന്നതിൽ ശരിയോ തെറ്റോ എന്നുള്ളതല്ല, റഷ്യയുടെ അറ്റംപ്റ്റാണ് നമ്മളവിടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടത്. പുടിനെ സംബന്ധിച്ചിടത്തോളം ഉർദോഗനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോമൺ എനിമി എന്ന് പറയുന്നത്, കോമൺ ശത്രു രാജ്യമായി അമേരിക്കയുടെ രീതികളെ, അമേരിക്കൻ നയങ്ങളെ, അമേരിക്കൻ പോളിസികളെ നമുക്ക് എടുത്തു പറയാൻ കഴിയും. അപ്പോൾ ഉർദോഗൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ വ്യക്തമാണ്. ഉർദോഗനെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യങ്ങൾക്ക് ഒരു വലിയൊരു പ്ലസ് പോയിൻ്റ്, ഒരു കൈസഹായം കൊടുത്തുകൊണ്ട് തുർക്കി ഒരു പുതിയ നീക്കത്തിന് വരികയാണ്. ഇസ്താംബൂളും അതുപോലെ തന്നെ മോസ്കോയും കൂടുതൽ സഹകരണത്തിലേക്ക്, സഹവർത്തിത്വത്തിലേക്ക് നീങ്ങാൻ വേണ്ടിയുള്ള ഒരു പടപ്പുറപ്പാടിലേക്ക് തുടങ്ങുകയാണ്. ഇതൊരു പുതിയ ദിശാസന്ധിയായി തന്നെ കണക്കാക്കപ്പെടണം, പുതിയൊരു മാർഗമായി കണക്കാക്കപ്പെടണം. ഇത് ഒരു പുതിയ തുടക്കമാണ്. യൂറോപ്യൻ യൂണിയനിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാക്കാൻ ഇരു രാജ്യങ്ങൾക്കും കഴിയും.